KSRTCയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ ജീവനക്കാരോട് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒരു വീഡിയോ ചർച്ച ചെയ്തു. ഇത് രണ്ടാമത് ഡ്രൈവർ വിഭാഗത്തോട് അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങളാണ്. അത് വിശദമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി മദ്യപിച്ച് വണ്ടി ഓടിക്കേണ്ട എന്നൊരു നിലപാട് മാനേജ്മെൻറ്റ് എടുക്കുകയും CMDയുടെ നിർദ്ദേശപ്രകാരം മദ്യം കഴിക്കുന്നവരെ പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം വളരെയധികം അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ്, സംസ്ഥാനത്ത് ഒരാഴ്ചയിൽ 7, 6, 5 മരണങ്ങളാണ് KSRTC വാഹനങ്ങൾ ഇടിച്ച് സംഭവിച്ചിരുന്നത്. ഇന്ന് ഈ പരിശോധനയ്ക്ക് ശേഷം 6ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മരണത്തിൻ്റെ എണ്ണം 1, 2 മരണമില്ലാത്ത ആഴ്ച അങ്ങനെ എത്തി. 7ൽ നിന്നും 6ൽ നിന്നും നമ്മൾ 2ലും 1ലൊക്കെ എത്തി. ടോട്ടൽ അപകടങ്ങളുടെ എണ്ണം മേജർ ആക്സിഡൻസ് വല്ലാതെ കുറഞ്ഞു. പിന്നെ മൈനർ ആക്സിഡൻസ് ആണ്, വണ്ടി തട്ടുക, കാറിലൊറിയുക, അങ്ങനെയൊക്കെയുള്ള സംഭവം. അദ്ദേഹം ഡ്രൈവർ വിഭാഗത്തിൻ്റെ മദ്യപാനം മൂലമായ ഏകദേശം അപകടം ഉണ്ടാകുന്നു, അത് കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. വളരെ നല്ല കാര്യമാണ്. മദ്യപിച്ച് KSRTC എന്നല്ല ഏതൊരു വാഹനവും ഓടിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 2, KSRTCയിലെ മദ്യപാനം പിടിക്കാൻ വേണ്ടി ഒരു സ്ക്വാഡിനെ രൂപീകരിക്കുകയും അവർ ഈ അനുവദനീയമായ ശരീരത്തിലെ ആൽക്കഹോളിൻ്റെ അളവിൽ കുറവുള്ള 5% ഉള്ള ആളുകളെ, അത് ചിലപ്പോൾ മരുന്ന് കഴിക്കുന്ന ആളുകളെയൊക്കെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ മന്ത്രി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ലാത്തതും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റ് ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നാക്കി തീർക്കുകയും ചെയ്യുകയാണ്. കാരണം ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ വേഗത കൂട്ടുകയും മത്സര ഓട്ടം നടത്തുകയും ദയവ് ഇത് ചെയ്യരുത്. പിന്നെ ബസ്സിൽ ഞാൻ പറയാറുണ്ട്, ബസ്സിൽ കയറുന്ന യജമാനൻ, KSRTCയുടെ യജമാനൻ ആരെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ CMDയും ഒന്നുമല്ല, അതിൽ കയറുന്ന യാത്രക്കാരാണ്. അപ്പോൾ ആ യാത്രക്കാരനെ ഭയപ്പെടുന്ന തരത്തിൽ വണ്ടി ഓടിക്കരുത്. വളരെ ശ്രദ്ധയോടെ വളരെ പതുക്കെ പോയാൽ മതി, ധൃതിയൊന്നുമില്ല. സമയം പാലിക്കണം. സ്റ്റേഷനിലെത്തുക, സമയത്തിന് എത്തുക, സമയത്തിന് അവിടെ നിന്ന് എടുക്കുക. കണ്ടക്ടറും ഡ്രൈവറും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സമയത്തിന് വണ്ടി എടുക്കുക, സമയത്തിന് സ്റ്റേഷനിലെത്തുക. നമ്മളെ വിശ്വസിച്ച് ഈ വണ്ടി സമയത്തിന് വരും, സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുമെന്നറിഞ്ഞാൽ ധാരാളം ആളുകൾ ഈ KSRTC ഒരു പൊതുഗതാഗത സംവിധാനമായിട്ട് എടുക്കും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പലരെയും നമുക്ക് കൊണ്ടുവരാൻ കഴിയും. സിനിമാ തിയേറ്ററുകളിൽ നിന്ന് ആളുകൾ അകന്നുപോയി. 2011 ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ സിനിമാ തിയേറ്ററിൽ നിന്ന് ആളുകൾ അകന്നുപോയി. പക്ഷെ ഞാൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഇന്ന് സിനിമ എന്ന് പറയുന്ന വ്യവസായത്തെ ഏറ്റവും വിജയത്തിലെത്തിച്ചു. അതിനകത്ത് പ്രധാനമായിട്ടൊരു കാര്യം പറയുന്നു, റണ്ണിങ് സമയത്തിൽ നിങ്ങൾ ഓടിയെത്തിക്കുക എന്നാണ്. അപ്പോൾ വേഗത്തിൽ ഓടരുത്, പ്രൈവറ്റ് ബസ്സുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യരുത്, മറ്റു വാഹനങ്ങളെ മറികടക്കരുത്, ഇതെല്ലാം പറയുകയാണ്. പക്ഷേ എന്നിട്ട് പുള്ളി തന്നെ പറയുകയാണ് റണ്ണിങ് സമയത്തിൽ ഓടണം. എങ്ങനെയാണ്? ഞാൻ അദ്ദേഹത്തെ തന്നെ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ അത് വെല്ലുവിളിച്ചായിരുന്നു. അങ്ങ് തന്നെ ഓടിച്ചിട്ട് തിരുവനന്തപുരത്തു നിന്നും 5.5 മണിക്കൂർ കൊണ്ട് ഈ 115 സ്റ്റോപ്പും 8 ബസ് സ്റ്റാൻഡും കയറി 5.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് എത്തിച്ചേരാമോ എന്ന് ഞാൻ വെല്ലുവിളിച്ചായിരുന്നു. അങ്ങ് തന്നെ ഓടിച്ചിട്ട്, അതായത് 60 കിലോമീറ്റർ സ്പീഡ് വേണം ഓടിക്കാൻ കേട്ടോ, കാരണം അല്ലാതെ അങ്ങയുടെ കാർ ഓടിച്ചിട്ട് കാര്യമില്ല, സാധ്യമാകുന്ന കാര്യമല്ല. ഈ റണ്ണിങ് സമയം ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത ലിമിറ്റഡ് സ്റ്റോപ്പ് സൂപ്പർഫാസ്റ്റ് കുട്ടി ബസ് 4 സിലിണ്ടർ, അത് ഞാൻ പിന്നീട് മിസ്സായിട്ട് പറയാൻ കേട്ടോ. ആ 4 സിലിണ്ടർ വണ്ടി വൈറ്റില, അതായത് എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് വൈറ്റില എത്തിച്ചേരുവാൻ അനുവദിച്ചിരിക്കുന്ന റണ്ണിങ് സമയം 5 മിനിറ്റാണ്. മന്ത്രിക്ക് കാറിൽ അത് എത്തിച്ചേരാൻ പറ്റുമോ വൈറ്റിലേന്ന്? ആ ബീക്കൺ ലൈറ്റും പോലീസിൻ്റെ എസ്കോട്ടും ഇല്ലാതെ. എസ്കോട്ട് ഉണ്ടെങ്കിൽ പോലും എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് കയറിയാൽ വൈറ്റില 5 മിനിറ്റ് കൊണ്ട് എത്തുകയില്ല. കാരണം കടവന്തറ വൈറ്റില 2 പ്രധാനപ്പെട്ട സിഗ്നലുകൾ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇത്. അപ്പോൾ അവിടെ മന്ത്രി ഒന്ന് പറഞ്ഞിരിക്കുന്നു, ഈ വിശ്രമമില്ലാതെ, അതായത് വിശ്രമമില്ലാതെ ജോലി എടുക്കുകയാണ്. ഈ വിശ്രമമില്ലാതെ ഡ്രൈവർ ജോലി എടുക്കുന്നു. ഇവിടെ മന്ത്രി പറഞ്ഞു മദ്യപിച്ചിട്ട് ഏതാണ്ട് ഒരു മാസം 35 മരണങ്ങൾ KSRTC ഉണ്ടാക്കുന്നു എന്നാണ്. ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് തന്നെ പറഞ്ഞ, അതായത് മഴക്കാലമാണ്, വാഹനങ്ങളുടെ ബ്രേക്ക് സിസ്റ്റം മെയിൻ്റെനൻസ് ചെയ്യുക, അതുകൊണ്ടാണ് അപകടം കുറഞ്ഞത്. അതെല്ലാ സ്ഥലത്തും ഒന്നും പ്രാവർത്തികമായിട്ടില്ല കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന്. അതായത് ബ്രേക്ക് ഇല്ല, പല വണ്ടികളും പുറകിൽ പോയി ഇടിക്കുക, മറ്റു വാഹനങ്ങളുടെ പുറകിൽ പോയി ഇടിക്കുകയാണ്, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കിട്ടുന്നില്ല, ഈ വണ്ടിയുടെ മെയിൻ്റെനൻസ് നടക്കുന്നില്ല. അത് മെക്കാനിക്കിൻ്റെ കുഴപ്പമല്ല കേട്ടോ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അങ്ങ് കള്ളത്തരം പറയുകയാണ്. വണ്ടി മെയിൻ്റെനൻസ് ചെയ്യാതെ കാലഹരണപ്പെട്ട വണ്ടി, 15 വർഷത്തിലധികം ഉള്ള വണ്ടികൾ ഓടിക്കരുത് എന്നുള്ള നിയമത്തെ KSRTCക്ക് വേണ്ടി മറികടന്നുകൊണ്ട് അത് 17 കൊല്ലവും ഇപ്പോൾ 23 കൊല്ലവും ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഫാസ്റ്റായിട്ടും ലിമിറ്റഡ് സ്റ്റോപ്പായിട്ടും നമ്മുടെ ടൗൺ ടു ടൗൺ ആയിട്ടുമൊക്കെ ഓടുവാണ്. ഓർഡിനറി ആയിട്ട് പോലും ഓടിക്കാൻ പറ്റത്തില്ലാത്ത വണ്ടികളാണ്. എന്നിട്ട് ഈ വണ്ടികൾ ഓടിച്ചുണ്ടാകുന്ന അപകടം ഡ്രൈവർ മദ്യപിച്ചാണെന്ന് പൊതുസമൂഹത്തോട് പറയാൻ അങ്ങേക്ക് ലജ്ജയില്ലേ? അങ്ങ് സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് പുട്ടിന് തേങ്ങാപ്പീരി ഇടുന്നവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, സത്യസന്ധന.
ഇത് എവിടെയാണ് സത്യമുള്ളത്? ഒരു സത്യവുമില്ല. ഇത് മദ്യപിച്ചിട്ടുണ്ടായ അപകടങ്ങളൊന്നുമല്ല. കാലഹരണപ്പെട്ട വണ്ടി കൊണ്ടുണ്ടായിട്ടുള്ള അപകടങ്ങളാണ്. ആ വണ്ടിയുടെ മെയിൻ്റനൻസ് കൃത്യമായിട്ടുള്ള അപകടങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് 2 ദിവസം മുമ്പ് എറണാകുളത്ത് നിന്ന് കൊണ്ടുപോയ 2 വാഹനങ്ങളാണ് CF, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് നൽകാതെ RTO തിരിച്ചയച്ചത് കാക്കനാടുന്ന്. കാരണം ആ വണ്ടി ടെസ്റ്റിങ്ങിന് കൊണ്ടുപോയപ്പോൾ പോലും ഫിറ്റല്ല. അപ്പോൾ ഈ കാലഹരണപ്പെട്ട വണ്ടികൾ വെച്ചിട്ട് ഡ്രൈവർ മദ്യപിച്ചുകൊണ്ടാണ് ഇപ്പോൾ അപകടമില്ലായിരുന്നു കള്ളത്തരം പറഞ്ഞ് കേരളീയ സമൂഹത്തിന് മുമ്പിൽ KSRTC ഡ്രൈവർമാരെ അപമാനിക്കാനാണ് അങ്ങ് ശ്രമിക്കുന്നത്. ആ പണി അവസാനിപ്പിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ കള്ളത്തരം കാണിക്കുന്ന രാഷ്ട്രീയക്കാരെ അങ്ങ് സത്യസന്ധനാണെന്ന് അങ്ങ് തന്നെ പറയുന്നതുകൊണ്ട് ചില ആളുകൾ വിശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇത് മാറ്റണം. ഇനി മത്സരം ഓട്ടം പാടില്ല പ്രൈവറ്റുമായിട്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു പ്രൈവറ്റ് ബസ്സിന് സമയം കൊടുക്കുമ്പോൾ KSRTC അതേ സമയത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ടേക്ക് ഓവർ എന്ന് പറഞ്ഞ് അതേ സമയത്തുള്ള വണ്ടി KSRTC ഇടുകയാണ്. എന്നിട്ട് ഈ വണ്ടി മത്സരിക്കേണ്ട, ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. ഈ മത്സരിച്ച് ഡ്രൈവർ അവിടെ ചെല്ലുമ്പോൾ ഡ്രൈവർക്ക് പ്രത്യേകിച്ച് ട്രോഫിയൊന്നും ഇല്ലെന്നേ. ഇനി വേറൊരു വണ്ടിയായിട്ട് കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഡ്രൈവർക്ക് ആത്മസുഖമൊന്നും ലഭിക്കുന്നില്ല. വിഷമേ ഉള്ളൂ. അത്രയും ടെൻഷനിൽ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവറുടെ മനോനിലയും ഡ്രൈവറുടെ BP-യും ഡ്രൈവർക്ക് ശാരീരികമായിട്ടും ഒക്കെ മാനസികമായിട്ടൊക്കെ പ്രശ്നമാണ്. ഞങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് ആത്മസുഖത്തിന് വേണ്ടിയല്ല ഈ വണ്ടി വേഗത്തിൽ ഓടിക്കുന്നു, പ്രൈവറ്റ് ബസ്സിനെ മറികടക്കുന്നു. എന്നാണ് കളക്ഷൻ കുറഞ്ഞ് കഴിയുമ്പോൾ പിറ്റേന്ന് അവൻ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് സോണൽ ഓഫീസറെ, കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ജനറൽ, ATO തുടങ്ങിയ മഹാരഥന്മാർ വിളിച്ചു വരുത്തുകയാണ്. അവൻ്റെ വിശ്രമ സമയത്ത് അവനെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുക. അതങ്ങനത്തെ പറഞ്ഞാൽ മതി. കളക്ഷൻ ഒന്നും നോക്കണ്ട കേട്ടോ, പ്രൈവറ്റ് ബസ്സുമായിട്ട് കോമ്പറ്റീഷൻ ഒന്നും ചെയ്യണമെന്ന് ഞാൻ ആ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മതി. ഇത് 2, ഈ വണ്ടിയിലിരിക്കും ഒരു പ്രൈവറ്റ് ബസ് പോകുന്നു. ഞാൻ പ്രൈവറ്റ് ബസ്സുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് എൻ്റെ ജീവിതവും എൻ്റെ വണ്ടി ഇരിക്കുന്നവരുടെ റോഡിൽ പോകുന്നവരെ ജീവനാണ് വലുത്. KSRTC കഴിഞ്ഞ് വലുത് എനിക്കതാണ്. പക്ഷേ ഈ കാലഹരണപ്പെട്ട വണ്ടി, ഈ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറവുള്ളതും ഈ കാലഹരണപ്പെട്ട വണ്ടിയായിട്ട് ചില ആളുകൾ പിടിക്കുകയാണ് വെറുതെ. അത് മന്ത്രി പറഞ്ഞ നല്ല കാര്യമില്ല. മന്ത്രി പറഞ്ഞത് കേട്ടിട്ട് ജീവനക്കാർ ആ രീതിയിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ബ്രേക്കിംഗ് ഇത് പ്രൈവറ്റുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യുന്നില്ലെങ്കിൽ ഈ വണ്ടിയിലിരിക്കുന്ന ആൾ തന്നെ മന്ത്രിയെ വിളിച്ച് പറയും, ഇതാ സ്വകാര്യ ബസ്സുകളുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് അവൻ വണ്ടിയുടെ പുറകെ പോകുമെന്ന് പറയും. അപ്പോൾ സ്വകാര്യ ബസ്സിന് സമയം കൊടുത്തത് ആരാണ്? സ്വകാര്യ ബസ്സിൻ്റെ ടൈം ഹിയറിങ്ങിന് പോയിട്ടുള്ളത് ആരാണ്? ഈ സ്വകാര്യ ബസ് അൺടൈമിൽ ഓടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി ടേക്ക് ഓവർ സർവീസുകൾ വെച്ചിട്ട് ആരാണ് സ്വകാര്യ ബസ്സുകളെ കൊണ്ട് കോമ്പറ്റീഷൻ ചെയ്യാൻ നിർബന്ധിക്കുന്നത്? ഇത് ഡ്രൈവറുടെ തലയിൽ തരികയാണ് അങ്ങ്. അപ്പോൾ അങ്ങേക്ക് എല്ലാം അറിയാം KSRTCയെക്കുറിച്ച് എന്ന് പറയുകയുണ്ടായി. ഒന്നും അറിയില്ല, അല്ലെങ്കിൽ അറിയാമായിട്ട് മറച്ച് വെച്ചിട്ട് ഡ്രൈവറുടെ തലയിൽ തരാനുള്ള പണിയാണ് ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ളത്. ഇനി സമയത്തിന് വരുമെന്ന് കരുതി നോക്കി നിൽക്കുക. സമയത്തിന് എങ്ങനെ വരും? വൈറ്റ് ലൈൻ, എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് വൈറ്റ് ലൈനിൽ 5 മിനിറ്റാണ് വണ്ടിക്ക് അനുവദിച്ചിരിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് ജീവിതത്തിൽ ഓടിയെത്തുകയില്ല. റേസിംഗ് ബൈക്ക് ഉണ്ടെങ്കിൽ പോലും ഓടിയെത്തുകയില്ല, അല്ലെങ്കിൽ ട്രാഫിക് നിയമം ലംഘിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. തോന്നിവാസ സമയം ഉണ്ടാക്കി വെച്ചിട്ട് വണ്ടി സമയത്തിലെത്താത്ത ഡ്രൈവറുടെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? പിന്നെ ഇത് അങ്ങ് പറഞ്ഞ് സിനിമാ തിയേറ്റർ നന്നാക്കിയത്. സിനിമാ തിയേറ്റർ നന്നാക്കിയ പോലെ അല്ല KSRTC ബസ്. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റണ്ണിങ് സമയം തരിക. ബസ്സുകൾ നന്നാക്കുക. ബസ്സുകളുടെ പുറമേയുള്ള വൃത്തിയല്ല. ബസ്സിൻ്റെ മെയിൻ്റനൻസ് 11 കോടി രൂപയുടെ സ്പെയർ പാർട്സ് മേടിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് കാര്യങ്ങൾ മെയിൻ്റനൻസ് ചെയ്യാത്തത്? അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. പിന്നെ സമാന്തരമായിട്ട് നിർത്തരുതെന്ന് അങ്ങ് അവസാനം പറഞ്ഞു. ഈ അങ്ങ് തന്നെയാണ് പറഞ്ഞത് കക്ഷം പൊക്കുന്നിടത്ത് മുഴുവൻ നിർത്തണമെന്ന്. കക്ഷം ചൊറിയാൻ വേണ്ടി കൈ പൊക്കിയാൽ പോലും നിർത്തണമെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. അപ്പോൾ ഇത് പേടിച്ചിട്ട് ആളുകൾ നിർത്തുകയാണ്. അപ്പോൾ സമാന്തരമായിട്ടല്ലേ, എങ്ങനെയാണെങ്കിലും നിർത്തിയില്ലെങ്കിൽ എന്താണ് കുഴപ്പം? മന്ത്രി ഗണേഷ് കുമാർ ഓഫീസിലേക്ക് നേരിട്ട് വിളിപ്പിക്കുന്നു, അല്ലെങ്കിൽ മന്ത്രി ഗണേഷ് കുമാർ സസ്പെൻഷൻ നൽകുന്നു. മൊത്തത്തിൽ ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ KSRTCയുടെ ആകെ പ്രശ്നങ്ങളെ ഡ്രൈവർ വിഭാഗത്തിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുകയും സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞോടുവാനുള്ള ശ്രമമാണ് ഈ തള്ളുകളിലൂടെ അങ്ങ് നടത്തിയിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി അങ്ങ് ഓർമ്മിപ്പിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് KSRTC ഡ്രൈവർമാർ മദ്യപിച്ചുകൊണ്ടല്ല അപകടം ഉണ്ടായിട്ടുള്ളത്. KSRTCയുടെ കാലഹരണപ്പെട്ട വാഹനങ്ങളായതുകൊണ്ടും വാഹനങ്ങളുടെ ബ്രേക്കിംഗ് സിസ്റ്റം കൃത്യമായി പണിയുവാനുള്ള സ്പെയർ പാർട്സുകൾ വാങ്ങിച്ചു കൊടുക്കാതെയും സ്പെയർ പാർട്സ് വാങ്ങിക്കേണ്ട പൈസ അങ്ങ് പറഞ്ഞ പൈസ ചോരുന്നില്ലെന്ന്, ചോരുന്ന കണക്ക് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആ ചോരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അന്തസ്സോടുകൂടി വരുമാനം പ്രസിദ്ധീകരിക്കണം. KSRTCയുടെ ധവളപത്രം പുറപ്പെടുവിക്കണം. KSRTCയുടെ ഒരു മാസത്തെ വരവ് ചെലവ് കണക്ക് പ്രസിദ്ധീകരിക്കണം. ഇത് ചെയ്യാൻ തയ്യാറല്ലാതെ ഈ തള്ളലുകൾ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു ഡ്രൈവറും തൻ്റെ ആത്മസുഖത്തിന് വേണ്ടി വണ്ടി വേഗത്തിൽ ഓടിക്കുന്നില്ല, തൻ്റെ ആത്മസുഖത്തിന് വേണ്ടി മറ്റു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുന്നില്ല, താൻ മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി സമയം വൈകിക്കുന്നില്ല. പ്രൈവറ്റ് ബസ്സുകാരോട് കോമ്പറ്റീഷൻ ചെയ്യുന്നത് അവർക്ക് പ്രത്യേകിച്ച് ലാഭം ഉണ്ടായിട്ട്, ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടോ അല്ല.
ഈ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇത്തരം കഴുത്ത് കുരുക്കുന്ന നിയമങ്ങളും കഴുത്ത് കുരുക്കുന്ന വ്യവസ്ഥിതികളും പീഡനങ്ങളും കൊണ്ടാണ് അതങ്ങ് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനിയൊരു കാര്യവും ഈ വിഷയത്തെക്കുറിച്ച് പറയുവാൻ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നന്ദി. Thank you.